താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2124 ദിവസം. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. നന്ദി. ശ്രീധരക്കുറുപ്പ് സാർ എത്തിയിട്ടുണ്ട്. സാറ് നമുക്ക് എപ്പോ നമ്മൾ വിളിച്ചാലും വളരെ സന്തോഷപൂർവ്വം നമുക്ക് എപ്പോഴും ക്ലാസ് എടുക്കുവാനായി എത്തുന്ന ഡോക്ടറാണ് സാറ്. MD ഹോമിയോപ്പതി, MSc സൈക്കോളജി, MSc യോഗ എന്നീ ഈ ഡിഗ്രികളെല്ലാം സാർ എടുത്ത് ഒരുപാട് അറിവുകൾ സമ്പാദിച്ച വ്യക്തിയാണ്. ഒരുപാട് ക്ലിനിക്കൽ അനുഭവങ്ങളും സാറിനുണ്ട്. അതുപോലെ സാറ് CCRHൽ അസിസ്റ്റന്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത വ്യക്തി കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജനനേന്ദ്രിയ രോഗങ്ങളും അതിന്റെ 4ാം ഭാഗമാണ് സാർ ഇന്നെടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് തുടങ്ങാം സാർ. കേൾക്കാമോ? കേൾക്കാം. സാറിനെ കാണാം. ഇന്നിപ്പോ തലയൊക്കെ ഒരുപാട് ഉയർന്നിരിക്കുന്നു. താക്കണോ? വേണ്ട വേണ്ട, അങ്ങനെ തന്നെ തല പിടിച്ചിരിക്കുന്ന കാണാനാണ് ഭംഗി. ഒത്തിരി മുകളിലോട്ടായി പോയോന്നൊരു സംശയം. കുഴപ്പമില്ല സാറേ, ഇനി മാറ്റി ഇനി അവസാനം കൂടുതൽ പ്രശ്നം ആവണ്ട. ഇത്തിരി ഒന്ന് താക്കാൻ പറ്റുമോ? ഇപ്പൊ ഇച്ചിരി തല പോയി സാറേ, ഇച്ചിരി മുകളിലോട്ട് പോയി. അതാ പറഞ്ഞു. മതി 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 മതി, കറക്റ്റാ. എന്നും പതിവ് പോലെ ഈ ക്ലാസ്സിന് അവസരം തരുന്ന IFPHന്റെ സാരഥികൾക്കും പ്രത്യേകിച്ച് എൻ്റെ മോഡറേറ്റർമാർക്കും കോർഡിനേറ്റേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ജനനേന്ദ്രിയ രോഗങ്ങളും അതിനുള്ള ഹോമിയോപ്പതി ഔഷധങ്ങളും എന്നുള്ളതാണ്. അതിൻ്റെ 4ാം ഭാഗമാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ബ്രസ്റ്റ് കൺക്യൂഷൻ അല്ലെങ്കിൽ ആഘാതം എന്നുള്ള അവിടെയാണ് നിർത്തിയത്. അതിനുള്ള 1ാമത്തെ മെഡിസിൻ ബെല്ലിസ്പ്രിൻസും 2ാമത്തെ മെഡിസിൻ കൊണയമ്മാക്കുമാണെന്ന് പറഞ്ഞു. എല്ലാവരും മറന്നുപോയോ എന്നുള്ള അറിയത്തില്ല. പിന്നെ ആർണിക്കായും അതിന് ഏറ്റവും പറ്റിയ ഒരു മെഡിസിനാണ്. അടുത്തത് മാസ്റ്റൈറ്റിസ് ആണ്. സ്ഥാനത്തിന് ബ്രസ്റ്റിന് ചൂടും ചുവപ്പ് നിറവും കാണുന്നു എങ്കിൽ നമുക്കറിയാം ബെൽഡോണയാണ് നമ്പർ 1 മെഡിസിൻ. ഞാൻ സാധാരണ കൊടുക്കുന്നതെല്ലാം ഈ അടുത്ത കാലത്തല്ല, കുറെ കാലഘട്ടമായിട്ട് എല്ലാം പൊട്ടൻസികളാണ്. അല്ലാത്തത് ഞാൻ പ്രത്യേകം പറയുന്നതായിരിക്കും. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ അത് മറന്നുപോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മെഡിസിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ആക്നസ് കാസ്റ്റസ്. അത് എടുത്തുകൊണ്ടിരുന്നപ്പം മറന്നുപോയി. പിന്നെ ഇവിടെ കുറിച്ചിട്ട് അതും തപ്പിട്ട് കിട്ടിയില്ല. അന്നേരം ഞാൻ പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു. ആക്നസ് കാസ്റ്റസ് സ്ത്രീകൾക്കൊരു പ്രത്യേക മെഡിസിനാണ്. ഇൻഡിക്കേഷൻ അത് പറയും, പുറകെ വരുന്നുണ്ട്. ഒരു ടോണിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്ന ആക്നസ് കാസ്റ്റസിൽ ഈ പുറകെ വരുന്നുണ്ട്. പിന്നെ സ്ഥലങ്ങൾക്ക് അടി ഏറ്റതിൽ നിന്നുണ്ടാകുന്ന വീക്കവും കല്ലിപ്പുമാണെങ്കിൽ ബെല്ലിസ്പെരിനീസ്. പിന്നെ ഇത് മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും ഇത് ഏറ്റവും കൂടുതലുണ്ട്. അതായത് ഈ മാസ്റ്റൈറ്റിസ് പ്രസവം കഴിഞ്ഞ്
ഞാൻ ആദ്യത്തെ ബ്രയോണിയൊക്കെ നമുക്ക് കുറച്ച് മതിയല്ലോ, അതുകൊണ്ട് കുറച്ചേ മേടിച്ചു വെക്കോളാം. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് എല്ലാം പറയും, നിന്നോടത്തോട്ട് പറഞ്ഞു വിടും, പശു പ്രസവിച്ച് കഴിഞ്ഞ് മുലയ്ക്ക് മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ, അന്നേരെ ബ്രസ്റ്റിന് ഇത് വന്നു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വന്ന് ചോദിക്കും ബ്രയോണിയ തരാം. ബ്രയോണിയ ഒരു നല്ല പാലിന് കെട്ടി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നിർവീക്കത്തിന് മനുഷ്യനും അതുപോലെ തന്നെ പശുക്കൾക്കും എല്ലാ ഇതിനും ബ്രയോണിയ ഒന്നാം തരം ഒരു മെഡിസിനാണ്. അതുകൊണ്ട് പിന്നെ ഞാനൊരു പൗണ്ട് ബോട്ടിൽ തന്നെ മേടിച്ചു വെച്ചു. അത് തന്നെ ഒരു വർഷത്തിൽ 2-3 പൗണ്ട് വീതം ചെലവാക്കുക. അതുപോലെ ബെൽഡോണായ ബ്രയോണിയ പരാജയപ്പെട്ടാൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് മെർക്കൂറിയസ് മെർസോൾട്ട്. കല്ലുപോലെ സ്പീഡ് കൂടുന്നില്ലല്ലോ, ഉണ്ടോ ഡോക്ടർ ശൈലജ? ഇല്ല ഇല്ല ഇല്ല. ശൈല ആ ആണെങ്കിൽ പറഞ്ഞോണേ. ആ പതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വിചാരിച്ച പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കഥയില്ല. ചിലപ്പം 5ാമതൊരു ഭാഗം കൂടെ എടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും അത് സാരമില്ല. കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ സാറിനെ വിളിക്കും. അതെ, കല്ലുപോലെ കട്ടിയുള്ളതും വേദനയും നീർവീക്കവും, അത് ആർത്തവ സമയത്ത് വേദനയും ശരീരം മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന മരുന്ന് പയറ്റിളക്കാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഇൻഡിക്കേറ്റർ ഉള്ളതിൻ്റെ കൂട്ടത്തിലെല്ലാം പയറ്റിളക്ക മദർ ടിഞ്ചർ കൊടുക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് കുട്ടികൾ മുല കുടിക്കുമ്പോൾ അത് ശരീരത്തിലോട്ട് മുഴുവൻ വ്യാപിക്കും. ഇതൊരു സാധാരണ കംപ്ലൈൻ്റ് ആണ് പലർക്കും. അത് പയറ്റിളക്കാണ് മെഡിസിൻ. ഞാൻ പൊട്ടൻസി കൊടുക്കാറുണ്ട്, ലോവർ പൊട്ടൻസി. അതുപോലെ തന്നെ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ. സ്തനത്തിന് കട്ടിയും വേദനയും അനുഭവപ്പെടുന്നു. അതായത് മെൻസസിന് മുമ്പും അതിൻ്റെ ഡ്യൂറിങ് മെൻസസും കാണുന്നു. മുലക്കണ്ണുകളും കൊളുത്തി വലിക്കുന്ന പോലുള്ള വേദന ഉണ്ടെങ്കിൽ കൊണയമ്മാക്കാണ് മെഡിസിൻ. അടുത്തത് ബ്രസ്റ്റ് ബ്ലീഡിങ്, രക്തസ്രാവം. സ്തനത്തിൽ നിന്നും രക്തസ്രാവവും വേദനയും അനുഭവപ്പെടുന്നു. അതിന് പ്രധാനപ്പെട്ട മെഡിസിൻ കമാമിനിസ് ആണ്. കമാമിനിസ് ഈ പറഞ്ഞോട്ട് ഞാൻ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്, പൊട്ടൻസിയും കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട് കിട്ടാറുണ്ട്, മരം നിൽക്കാറുണ്ട്. വെള്ളവും കലർന്ന രക്തവും കൂടി കലർന്നു വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പാല് കുടിച്ചതിന് ശേഷം നോക്കാൻ ഛർദ്ദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളവും രക്തവും കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ലൈക്കോപ്പോഡിയാണ് മെഡിസിൻ. സ്പീഡ് കൂടുതലില്ലല്ലോ. ഇല്ല ഇല്ല. പൊട്ടലും രക്തസ്രാവം കൂടെ കാണുക. ഇപ്പം പലപ്പോഴും ഇതിൻ്റെ അകത്തെല്ലാം ഒരേ മെഡിസിൻ പല പ്രാവശ്യം വരും. പ്രത്യേകിച്ച് ഫീമെയിൽ മെഡിസിൻ, സെപ്പിയ, പൾസാറ്റില, അങ്ങനെയുള്ള മെഡിസിനൊക്കെ വീണ്ടും വീണ്ടും വരും. അതും നമ്മുടെ ഒരു ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകതയാണ്. മുലക്കണ്ണിൽ നിന്ന് പൊട്ടലും രക്തസ്രാവവും കാണുകയാണെങ്കിൽ മെർക്കൂറിയസ് ആണ് മെഡിസിൻ. പൊട്ടൻസി ആണ് കൊടുക്കുന്നത്, ലോവർ പൊട്ടൻസി. പഴുപ്പുണ്ടായി കഴിഞ്ഞാൽ, രക്തസ്രാവം ഉണ്ടായി, സെപ്പിയാണ് മെഡിസിൻ. പൊട്ടൽ കാണുകയും കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് ശേഷം ബ്രസ്റ്റിൽ വേദനയും പുകച്ചിലും രക്തസ്രാവവും ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ വേദന പുറകോട്ട് പോകും. അതുപോലെ ഈ പറഞ്ഞ മോളിൽ കൊടുത്ത മെഡിസിൻ എല്ലാം കൊടുത്തിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ സൾഫർ ഞാൻ 0/3 കൊടുക്കും. എന്നിട്ട് അതിന് റിസൾട്ട് കണ്ടില്ലെങ്കിൽ 1000 ഒരു പൊട്ടൻസി ഇടയ്ക്ക് ബിറ്റ്വീൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാറുണ്ട്. അതെനിക്കൊരു കൽക്കട്ടയിലെ ഒരു ഡോക്ടർ ബാനർജി പറഞ്ഞു തന്നതാണ്. ബ്രസ്റ്റ് ഹൈപ്പർട്രോഫി, കണ്ടമാനം വലുതാകുകയാണെങ്കിൽ അതിന് കൊടുക്കാവുന്ന ഫസ്റ്റ് മെഡിസിൻ കാൽക്കേറിയ കാവ്.
ഗൈനക്കോമാസ്റ്റി ആണെങ്കിലോ സാറേ? ആ പറയാം വരുന്നുണ്ട്. വലുതാകുന്നതിനുണ്ടാകുന്ന ഒരു പ്രത്യേക ഔഷധം പണയമാക്കുലേറ്റമാണ്. അതിന്റെ കൂട്ടത്തിൽ എടുക്കാവുന്ന വേറൊരു പ്രത്യേക മരുന്നാണ് മദർ ടിഞ്ചർ, ചിമാഫില. പറഞ്ഞില്ലേ ഗൈനക്കോമാസ്റ്റിയ ഞാൻ സാധാരണ കൊടുക്കുന്ന മെഡിസിൻ സൈലീഷ്യ. എനിക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ഞാൻ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ വയറ്റിളക്ക മദർ ടിഞ്ചർ കൊടുക്കും. ബ്രസ്റ്റ് പെയിൻ, മുലയൂട്ടുന്ന അമ്മമാര് കണ്ടുവരുന്ന വേദന, കുഞ്ഞു പാൽ കുടിക്കുമ്പോൾ അൺബിയറബിൾ പെയിനാണ്, അമർത്തുമ്പോൾ വേദന കുറവ് കിട്ടും. ഇങ്ങനെ വരികയാണെങ്കിൽ ബോറാക്സ് ആണ് മെഡിസിൻ. മെൻസസ് വേഗം വരികയും രക്തസ്രാവം അമിതമാകുകയും ചെയ്യുമ്പോൾ വരുന്ന വേദനയാണെങ്കിൽ കാൽക്കേറിയ കാർബാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഈ കാൽക്കേറിയ, കൊണയം, അങ്ങനെയുള്ള മെഡിസിനൊക്കെ പയറ്റിളക്ക, ഇതെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും പല പല ഇൻഡിക്കേഷൻസിലും കാണാം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മൾ നോക്കണം. മെൻ്റൽ സിംറ്റം, ഫിസിക്കൽ സിംറ്റം, എമോഷണൽ സിംറ്റംസ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ബിഫോർ മെൻസസിന് വേദന കൂടുതലാണെങ്കിൽ, സ്കാൻഡി മെൻസസ് ആണെങ്കിൽ കൊണയം മാക്കാണ് മെഡിസിൻ. അത് കണ്ടമാനം ഉണ്ടെങ്കിൽ, ഭയങ്കര വേദനയുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടയിട്ടും കൊടുക്കാം. ഞാൻ ഡിവൈഡഡ് ഡോസാണ് കൊടുക്കാം. വലത്തെ ബ്രസ്റ്റില് മുലക്കണ്ണിന് താഴെയായി തുളച്ചു കയറുന്ന പോലെയുള്ള വേദന വയറിലേക്കും തോളിലേക്കും നീങ്ങുന്നു. ബിഫോർ മെൻസസ് അഗ്രവേഷൻ, സാങ്കുനേറിയ, വലത്തെ ബ്രസ്റ്റില്. ഈ ഇടത്തെ ബ്രസ്റ്റിന് താഴെയാണെങ്കിൽ, പ്രത്യേകിച്ച് അവിവാഹിതകളായ സ്ത്രീകളിൽ കണ്ടുവരുന്ന വേദനയാണെങ്കിൽ സിമി പോവുക, വളരെ കുറച്ച് കാണുന്ന ആർത്തവ രക്തത്തോട് കാണുന്ന വേദനയാണെങ്കിൽ പൾസാറ്റിലായ മെഡിസിൻ. റൂമാറ്റിക് കംപ്ലൈൻറ്റോട് കാണുന്നതാണെങ്കിൽ റെനങ്കുലസ് പൾബോസമാണ് മെഡിസിൻ. ലൂക്കോറിയയുടെ കൂടെ വേദന കാണുകയാണെങ്കിൽ സിയനോന്തോസ്, അത് മദർ ടിഞ്ചറാണ്. റെനങ്കുലസ് പൾബോസും സിയനോന്തോസും മദർ ടിഞ്ചറും കൊടുക്കും, ലോവർ പൊട്ടൻസിയും കൊടുക്കും. അടുത്ത ബ്രസ്റ്റിൽ കാണുന്ന ലംബന്റെ മുഴ, കൊളുത്തി വലിക്കുന്ന വേദനയുണ്ടെങ്കിൽ, കൊളുത്തി വലിക്കുന്ന വേദന കാണുകയാണെങ്കിൽ അതിന് കൊടുക്കാവുന്ന മെഡിസിൻ ബ്രയോണിയാണ്. കല്ലുപോലെ കട്ടി കെട്ടുകടും പോലെ കാണുകയാണെങ്കിൽ കാൽക്കേറിയ ഫ്ലോർ ആണ് മെഡിസിൻ. ഞാൻ 6-6 കൊടുക്കും, ലോവർ പൊട്ടൻസി രണ്ടും മാറി മാറി കൊടുക്കാറുണ്ട്. ഇനി വേദന ഇല്ലാത്ത മുഴകളാണെങ്കിൽ അങ്ങനെയും കാണും. കാൽക്കേറിയ അയഡൈഡ് ആണ് അത് മെഡിസിൻ, വേദന ഇല്ലെങ്കിൽ. ഇനി അതിൻ്റെ കൂടെ കൊടുക്കാവുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിമാഫില ഒരു നല്ല മെഡിസിനാണ്. അപ്പോൾ ലോവർ പൊട്ടൻസിയും കൊടുക്കും, മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. മുഴയും മുലക്കണ്ണിൻ്റെ നിപ്പിളിൽ വലിക്കുന്നത് പോലെയുള്ള വേദനയിൽ, അത് മെൻസസിന് മുമ്പാണെങ്കിൽ, വീക്കവും കാണുകയാണെങ്കിൽ
അമക്കുമ്പോൾ ആശ്വാസം, പ്രഷർ ജ്യൂസ് റിലീഫ്, പണയമ്മ കാണുന്നു. അതായത് മാംസളം ശരീരമുള്ള സ്ത്രീകൾക്കാണെങ്കിൽ പ്ലംബം അയോഡൈഡാണ് മുഴകൾ കണ്ടാൽ. പിന്നെ അതിൻ്റെ കൂടെ കൊടുക്കാവുന്ന മരുന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പൈറ്റഡക്ക നല്ലൊരു മെഡിസിനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്, ഇൻഡിക്കേറ്റഡ് മെഡിസിൻ്റെ കൂട്ടത്തിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ എന്നിട്ടും റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനൊന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് തൈറോയിഡിൻ. അത് ഞാൻ എന്തുവാ? തൈറോയ്ഡ്. തൈറോയിഡിന അടുത്തത് ക്യാൻസറാണ്. അപ്പൊ ഇഷ്ടം പോലെ കേസുകൾ കിട്ടുന്ന ഇതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ആദ്യം കൊടുക്കുന്ന സിറിനം ഒരു 200 1 ആദ്യം കൊടുത്തിട്ടാണ് ഏത് ഇൻഡിക്കേറ്റഡ് മെഡിസിനും കൊടുക്കാറുള്ളത്. സിറിനം ഒരു നല്ല മെഡിസിനാണ്. സിറിനം അത് 200 1 ആദ്യം ഒരു ഡോസ് കൊടുത്തിട്ട് തുടങ്ങിയാൽ ബാക്കിയുള്ള മെഡിസിനൊക്കെ കൂടുതൽ എഫക്റ്റ് കിട്ടും. വ്രണ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇടത്തെ ബ്രസ്റ്റിൽ വേദനയും വീക്കവും കട്ടിയും കണ്ടാൽ ഉള്ളിലോട്ട് വലിയുന്നതായി ഒരു തോന്നലുണ്ടെങ്കിൽ അസ്റ്റീരിയാസ് റൂബൻസ് നോവൽ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ചിമാഫിന മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. അത് 3-4 നേരം വളരെ കൂടിയ കേസിൽ ഒരു 3-4 മണിക്കൂർ ഇടയിട്ടു. ബ്രസ്റ്റിൻ്റെ കട്ടിയുള്ള മുഴകളാണെന്നെങ്കിൽ കൊണയമ്മക്കാണ് കൊടുക്കുന്നത്. അത് ഹയർ പൊട്ടൻസിയാണ്. വേദനയും കട്ടിയുള്ള മുഴകളും ഉള്ളിലേക്ക് വലിഞ്ഞ മുഴക്കണ്ണുകളും മുഴകൾ വ്രണമാകുന്നതിന് മുമ്പ് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ഹൈട്രാസ്റ്റസ്. അത് മദർ ടിഞ്ചറാണ് കൂടുതൽ കൊടുക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നോവൽ പൊട്ടൻസി കൊടുക്കാറുണ്ട്. എന്താ മെഡിസിൻ? ഹൈട്രാസ്റ്റിസ്. ഹൈഡ്രാസ്റ്റിസ്. ഓ, ഹൈഡ്രാസ്റ്റിസ് കേട്ടില്ല. മുഴകളുടെ കൂട്ടത്തിൽ കട്ടത്തിലെ ഗ്രന്ഥികൾക്ക് വീക്കം, കട്ടത്തിൽ ഇങ്ങനെ മുഴച്ച് കാണും. വേദനയും ആണെങ്കിൽ അതിന് നീലനിറം കാണെങ്കിൽ പൈറ്റടക്ക, ഞാൻ പറഞ്ഞായിരുന്നു പൈറ്റടക്ക എല്ലാത്തിൻ്റെയും കൂടെ കൊടുക്കാവുന്ന ഒരു മദർ ടിഞ്ചറും പൊട്ടൻസി, ലോവർ പൊട്ടൻസി. ഈ പ്രായമുള്ളവർ കാണുന്ന അത്ഭുതമാണെങ്കിൽ കരണ്ടുല മെഡിസിൻ. കരണ്ടുല നല്ലൊരു മെഡിസിൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നു. ഇനി റിജിഡിറ്റി അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക വിരക്തി. കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നത് അഥവാ ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെന്ന്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാലും മലയാളത്തിൽ പറയുന്നതിലും നല്ലത് രണ്ടുകൂടെ മാറി മാറി പറയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സാധാരണ ലൈംഗിക വിരക്തി ആ സമയത്ത് ഭയങ്കരമായ വേദന, മൃദുവായും സങ്കോചത്തോടു കൂടിയും കാണുകയാണെങ്കിൽ, അതായത് യോനി മൃദുവായും സങ്കോചത്തോടും കൂടി കാണുകയാണെങ്കിൽ ബെറിബറീസ് വൾഗാരിസ്, ഭയങ്കരമായ വിരക്തി, ലേറ്റ് മെൻസസ്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഗ്രാഫൈറ്റിസ്, ലോവർ പൊട്ടൻസിയാണ് ഞാൻ കൊടുക്കാറ്. അത് എല്ലാം പൊട്ടൻസി. ഇനി അപസ്മാരമുള്ള സ്ത്രീകളിൽ ലൈംഗിക വിരക്തി ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇഗ്നീഷ്യ മെഡിസിൻ, അത് മീഡിയം പൊട്ടൻസിയിലുണ്ട്.
പരിപൂർണ വിരക്തി, വേദന, നേരത്തെ വരുന്ന നീണ്ടു നിൽക്കുന്ന ആർത്തവം, വർദ്ധിച്ച ക്ഷീണം അനുഭവപ്പെടുന്ന ഓണോസ്മോളിയം, ഇതൊരു നല്ല മെഡിസിനാണ്. അത് മീഡിയം പൊട്ടൻസിയാണ്. ഏതെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? ഇവിടുന്ന് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് പിള്ളേർ അവിടെ കളിക്കുകയും കൂവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കേൾക്കാവോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ആ അടച്ചിട്ടിരിക്കുക. അതായത് പിള്ളേരുടെ കൂട്ടുകാരും എല്ലാം വന്ന് അവിടെ നിന്ന് എത്ര പറഞ്ഞാലും നിർത്തുന്നില്ല. കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാം. അടുത്തത് ചൊറിച്ചില്. ഇതൊരു പ്രധാനപ്പെട്ട, ഇന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ചൊറിച്ചിൽ. ചൊറിച്ചിലും വേദനയും വീക്കവും രണ്ട് മെൻസസിനും ഇടയ്ക്ക് ലൂക്കോറിയ ഉണ്ടെങ്കിൽ അംബ്രാഗ്രേഷ്യ, ഒന്നാം തരം ഒരു മെഡിസിനാണ് അംബ്രാഗ്രേഷ്യ. ഇങ്ങനെയുണ്ട്. ഗർഭിണികളിലാണെങ്കിൽ യോനിദ്വാരത്തിനും ചൊറിച്ചിലുണ്ടെങ്കിൽ സ്വയംഭോഗ സമയത്ത് അസഹനീയമായി ചൊറിച്ചിലുണ്ടെങ്കിൽ കരയുക. യോനിദ്വാരത്തിൽ അസഹനീയമായി ചൊറിച്ചിൽ, പുകച്ചിലും വീക്കവും മൂത്രസംബന്ധമായ അസുഖങ്ങളും ഉണ്ടെങ്കിൽ കാന്താരിസാണ്. അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും മിക്കവാറും കാണും. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കേസ് കിട്ടി. 2 ദിവസം കൊണ്ട് പറഞ്ഞു. ഒത്തിരി ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുള്ളൂ. ഒന്ന്, ഇത് ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഹൈജീനിക് ആയിരിക്കുക, കഴുകുക. അതുപോലെ എപ്പോഴും അടിവസ്ത്രങ്ങൾ വൃത്തിയായിട്ടുള്ളത്, പ്രത്യേകിച്ച് കോട്ടണൊക്കെ ഉപയോഗിക്കുക. രാത്രിയിലൊക്കെ ആണെങ്കിൽ അവിടെ നൈറ്റ് ഡ്രസ് ഒക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഈ ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാവുന്ന വേറൊന്നാണ് ഹിപ്പ് ബാത്ത്. ഹൈപ്പാസ്റ്റിസ് മദർ ടിഞ്ചർ, കലണ്ടിഡ മദർ ടിഞ്ചർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ദിവസം 1-2 പ്രാവശ്യം ഹിപ്പ് ബാത്ത് കൊടുക്കുക. വളരെ പ്രയോജനം കാണുന്നുണ്ട്. ഇനി മഞ്ഞ നിറത്തിലുള്ള ലൂക്കോറിയായി ചുമ്മാ ഇരിക്കുമ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുകയും ആണെങ്കിൽ പാഗോപൈറ അതായത് യോനിയും മുഖത്തും തുടയിലും അസഹനീയമായി ചൊറിച്ച് റിയോസോട്ടം, 1-ാം തരം ഒരു മനസ്സിലാക്കി. ആർത്തവം കഴിഞ്ഞ് കുറച്ച് സമയം ആശ്വാസം കാണും. അതാണെങ്കിൽ ഊഹോർണം, അത് മീഡിയം പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ലൂക്കോറിയയും മഞ്ഞയും പച്ചയും കലർന്ന ലൂക്കോറിയ ആണെങ്കിൽ സെപ്പിയാണ് മെഡിസിൻ. അത് മീഡിയം പൊട്ടൻസിയാണ്. ചൊറിച്ചിലുകൊണ്ട് നല്ല ആശ്വാസം. അതായത് രക്തം വരുന്നിടം വരെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഭയങ്കര പുകച്ചിലുമാണ്. പിന്നെ ബാക്കിയുള്ള മോളിൽ പറഞ്ഞ ഇൻഡിക്കേഷൻ മെഡിസിൻ ഒന്നും ഫലം കാണുന്നില്ലെന്ന് കണ്ടാൽ ഒരു ഇന്റർകറന്റ് സൾഫർ വരും. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് 0/3. അടുത്തത് സ്റ്റെറിലിറ്റി അതിൻ്റെ വന്ധ്യത. അതിന് കൊടുക്കാവുന്ന ഒരു പ്രത്യേക ഔഷധം അംബ്രോമാൻ. ക്രമം തെറ്റി വരുന്ന ആർത്തവം, വേദനയോട് കൂടിയ ആർത്തവം, അമിതമായ കുറച്ചോ വരുന്ന ആർത്തവസ്രാവമാണെങ്കിൽ അബ്രാമ്, അത് മദർ ടിഞ്ചറാണ്. 5 തുള്ളി ദിവസം 3-4 ദിവസം കൊടുക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് അംബ്രാമ്. പിന്നെ വേറൊരു മരുന്നാണ് അഡേർട്ടീസ് ഫർണേഷ്യ. അതും മദർ ടിഞ്ചറാണ്. 10 തുള്ളിയാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന എൻ്റെ തോന്നൽ. അതൊക്കെ കൊടുക്കാത്തവർ വളരെ കുറവായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അലേർട്ടൂസ് അല്ലേ സാറ്? അതെ.
ലേറ്റീസ് ഫർണേഷൻ. യൂട്രൈൻ ടോണിക്. അതെ അതെ, മുമ്പേ ഞാൻ പറഞ്ഞത് ഒരു യൂട്രൈൻ ടോണിക്ക, മാഗ്നസ് കാസ്റ്റസ് മുമ്പേ ചോദിച്ചില്ലേ എൻ്റെ ആ ഇന്ത്യ. ആ പിന്നെ അത് ഹോമോസെക്സ്വാലിറ്റിക്ക് ഒരു നല്ല മെഡിസിൻ, ഒത്തിരി പേർക്ക് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഗർഭാശയത്തിന്റെ ബലക്ഷയം കാണും വരുന്ന വന്ധ്യത, നേരത്തെ അമിതമായി വരുന്ന ഏർലി മെൻസസ്, പ്രസവവേദന പോലുള്ള വേദനയോടുകൂടി വരുന്ന ആർത്തവം, ഗർഭാശയം പുറത്തേക്ക്, അതായത് പ്രൊലാപ്സ് ഉണ്ട്, അത് പറഞ്ഞതാ. അനീട്രിയസ് ഫർണോസ മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ഓവർ പൊട്ടൻസി, അതുകൊണ്ട് കുറവ് കിട്ടിയില്ലെങ്കിൽ ഓവർ പൊട്ടൻസിയും കൊടുക്കാറുണ്ട്. ഗർഭം അലസിപ്പോകുവാനുള്ള പ്രവണത, വന്ധ്യതയോടുകൂടി അത്യധിക വ്യാകുലത അനുഭവപ്പെടുന്നു. അതായത് എപ്പോഴും ഇത് കുട്ടികളില്ലാതിരിക്കുമ്പോൾ തെരുതര അബോഷനല്ല. ഇനി ആയിക്കഴിയുമ്പോൾ ആൾക്കാരെല്ലാം ഓരോന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പം ആത്മഹത്യ, എന്നെ കൊണ്ടൊരു യൂസ്ലെസ് എന്നുള്ള ജീവിതത്തിനൊരു പ്രയോജനം ഇല്ല എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ, ലേറ്റ് മെൻസസ് അല്ലെങ്കിൽ വരാതിരിക്കുമോ, അല്ലെങ്കിൽ സ്കാൻഡി മെൻസസോ ആണെങ്കിൽ മോറമ്മറ്റ്, അതായത് ഒരു സൂയിസൈഡ് ടെൻഡൻസി, മിക്കവാറും കാര്യങ്ങളിൽ സൂയിസൈഡ് ടെൻഡൻസി കാണും. പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. വന്ധ്യത വളരെ കൂടിയ അളവിൽ കാണുകയാണെങ്കിൽ കാൽക്കേറിയ കാർമ, ഗർഭാശയത്തിന്റെ ബലക്ഷയം കൊണ്ടുവരുന്ന വന്ധ്യത ഗർഭിണിയായാൽ ഉടൻ അലസിപ്പോവും, അതായത് അബോർഷൻ നടക്കും തുടരെ. അതുപോലെ ഡിസ്മെനോറിയ, വിബ്രനം ഓപ്പറസ് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കാറുള്ള ഒരു മെഡിസിനാണ്. അതായത് ഈ അബോർഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർക്ക് കൊടുക്കാറുള്ള ഒരു പ്രത്യേക ഔഷധം. ഗർഭാശയത്തിൽ മുഴകൾ കാണുകയോ ലൈംഗികതയോട് വിരക്തി, വേദനയോടുകൂടി ആർത്തവാണെങ്കിൽ ഡാമിയാൻ അതൊരു നല്ല മെഡിസിനാണ്. അത് മദർ ടിഞ്ചറാണ്. ഈ വിബ്രനോപ്പുലസും മദർ ടിഞ്ചറാണ്. ഡാമിയന അതൊരു സെക്സൽ സ്റ്റിമുലൻ്റ് കൂടാണ്. ആണിനും പെണ്ണിനും കൊടുക്കാം ഡാമിയാന മദർ ടിഞ്ചർ. ഞാൻ നാളെ പറഞ്ഞത് എടുത്തപ്പോൾ ആണുങ്ങളെ എടുത്ത കൂട്ടത്തിൽ അത് പറഞ്ഞു. ഷുഗർ ഉള്ളവർക്കാണെങ്കിലോ സാർ? ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഒരു മിനിറ്റ്, മോസ്കസ് ഒരു നല്ല മെഡിസിനാണ് ഷുഗർ ഉള്ളവർക്ക്. എല്ലാം പൊട്ടൻസി തന്നെ. ഞാൻ കൂടുതലും കൊടുക്കുന്നത് പൊട്ടൻസി. അതായത് നമുക്ക് ഗവൺമെന്റിൽ അന്നൊക്കെ എല്ലാം പൊട്ടൻസി ഇല്ലായിരുന്നു. പകരം ഈ സെന്റിസ്മെന്റ് പൊട്ടൻസി കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ഔഷധമാണ് സെപ്പിയ. അതൊരു വന്ധ്യതയ്ക്കുള്ള ഒരു പ്രത്യേക ഔഷധം. അത് വേദന കാണും, അവേർഷൻ കാണും, ഇറിറ്റബിലിറ്റി കാണും, ലൂക്കോറിയ കാണും. അതിൻ്റെ കൂട്ടത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് പൊട്ടൻസിയാണ്, മീഡിയം പൊട്ടൻസിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് സബാർസറിലേറ്റ. മദർ ടിഞ്ചർ കൊടുക്കും. 10 കൊള്ളിയാണ് കൊടുക്കും. ദിവസം 3-4 പ്രാവശ്യം കൊടുക്കും. അതിൻ്റെ സിംറ്റം അണ്ഡാശയം മൃദുവായും വലുതായും കാണപ്പെടുന്നു. അതായത് ബ്രസ്റ്റ് ചുരുങ്ങി ഉണങ്ങി കാണപ്പെടുന്നു. താമസിച്ച് നടക്കുന്ന വിഭാഗം, കാരണം ലൈംഗികാസക്തി ഉള്ളിലടക്കി, സപ്രഷൻ ഓഫ് സെക്സ്. അത് കഴിഞ്ഞിട്ട് ഒരു വികൃതമായ ലൈംഗികാസക്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ സബാർസറിലേറ്റായി മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഇൻഡിക്കേഷൻ മെഡിസിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന ഒരു പ്രത്യേകം.
അതായത് ഡിപ്രഷൻ, മദ്യതയോടുകൂടി ഡിപ്രഷൻ, കരയുന്ന പ്രകൃതം രോഗികളെ കാണുന്നു. എന്നാൽ ആശ്വസിപ്പിച്ചാൽ ഒന്നുകൂടെ വിഷമം കൂടുതൽ. അങ്ങനെ വരികയാണ് നേട്ടർമോർ. വേറൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു, ഓറമ്മറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേട്ടർമോർ 6X ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കൊടുക്കാറുണ്ട്. വളരെ എഫക്റ്റീവാണ്. അതുപോലെ ഈ പെയിൻഫുൾ ആൻഡ് സെക്സിനോടുള്ള വിരക്തിക്കും നേട്ടർമോർ വളരെ എഫക്റ്റീവാണ്. ഡിസ്പെരുണിയയ്ക്കും വളരെ എഫക്റ്റീവാണ് നേട്ടർമോർ. അത് 6X കൊടുക്കും, എല്ലാം പൊട്ടൻസിയും കൊടുക്കും, മീഡിയം പൊട്ടൻസിയും കൊടുക്കും. കോർപ്പസ് ലൂട്ടിയം ഹോർമോണിന്റെ പ്രവർത്തനത്തെ ക്രമീകരിച്ച് ഗർഭധാരണത്തെ സഹായിക്കാൻ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് പിറ്റുവിറ്ററി. അത് പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. ഓവർ പൊട്ടൻസിയും കൊടുക്കും, മീഡിയം പൊട്ടൻസിയും കൊടുക്കും. ആദ്യം ലോ കൊടുത്തിട്ട് കണ്ടില്ലെങ്കിൽ മീഡിയം പൊട്ടൻസി കൊടുക്കും. വളരെ താമസിച്ച് വരുന്ന ആർത്തവും വളരെ കുറച്ച് കാണുന്ന ബ്ലീഡിങ്ങും, നടുവിന് വേദനയും പുറം വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഗോസിപ്പിയം മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ഗോസിപ്പിയം മദർ ടിഞ്ചർ. ഇനി ഫലോപ്പിയൻ ട്യൂബിന് തടസ്സം പ്രധാനമായിട്ട് ഇടതുവശത്ത്, ഇടത്തെ അണ്ഡാശയത്തിൽ പുകച്ചില്, ഗർഭാശയത്തിന് വളവ് കാണുകയാണെങ്കിൽ ലാക്ടസിസ്. ഈ ഇടതും വലതുമൊക്കെ വേദനകൾ വേറുള്ള ഇതിലില്ല, നമ്മളെത്തിലാണ്. പ്രത്യേകിച്ച് ഇടതും വലതും ഒക്കെ നോക്കി കറക്റ്റ് കൊടുത്താൽ ഭയങ്കര എഫക്റ്റീവ്. അടുത്തത് ഗർഭാശയ മുഴകൾ. സ്പീഡ് കൂടുതലില്ലല്ലോ ഡോക്ടർ ഷൈല? ഇല്ല ഇല്ല. ഗർഭാശയ മുഴകൾ, യൂട്രൈൻ ഫൈബ്രോയിഡ് നമുക്കാവുന്ന ഒന്നാം തരം മെഡിസിനാണ് ഓറം 3. അത് പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. മുഴകൾ കാണുകയാണെങ്കിൽ, അതായത് ബ്ലീഡിങ്ങിന് ഒരു അഴുക്ക് ദുർഗന്ധം ഉണ്ടെങ്കിൽ ഓറം അകലയിൽ ലോവർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. മുഴകൾക്ക്, ഗർഭാശയ മുഴകൾക്ക് ഒരു പ്രത്യേക ഔഷധമാണ് ട്രാക്സിമസ് അമേരിക്കാനിസ്. ഇത് പ്ലാസ് ഓഫ് യൂട്രസിനും കൊടുക്കുക, വളരെ എഫക്റ്റീവാണ് ട്രാക്സിസ് അമേരിക്കാനിസ്. ഗർഭാശയം വികസിച്ച മാതിരി ഒരു തോന്നല്, സ്ഥാനചലനം, പുറത്തേക്ക് തള്ളി വരികയും പാദത്തിൽ കോച്ചിപ്പിടുത്തൽ അനുഭവപ്പെടുന്നു. ഉച്ചയ്ക്ക് ശേഷം രാത്രിയിലും അഗ്രവേഷൻ. യൂട്രസിൽ നിന്നും രക്തസ്രാവം, അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. ട്രാക്സിസ് അമേരിക്ക മദർ ടിഞ്ചറാണ് കൊടുക്കുക. മദർ ടിഞ്ചർ ക്ലിയറാണല്ലോ ഇല്ലേ? ഇടത്തെ വശത്തെ അണ്ഡാശയത്തിന് വീക്കവും കട്ടിയും വേദനയും അനുഭവപ്പെടുകയാണ്. സങ്കടവും ഉത്കണ്ഠയും, നിർത്താതെ സംസാരിക്കുക. അതേപോലെ നമ്മൾ ഈ ലാക്ടസിസ് ആണ് മെഡിസിൻ. ലാക്ടസിന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ മെൻ്റൽ സിംറ്റം, അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ലൂസ്, അതൊക്കെ ടൈറ്റ് ഇതൊന്നും പാടില്ല. അതെല്ലാം പ്രത്യേകം സിംറ്റംസ് നമ്മൾ നോക്കി കൊടുക്കണം. അതുപോലെ ഗർഭാശയ മുഴകൾക്ക് കൊടുക്കാവുന്ന പ്രത്യേക ഒരു മരുന്നാണ് കാൽക്കേറിയ അയഡേറ്റ്. അതിന് ലോവർ പൊട്ടൻസി. മുഴകൾ കാരണം രക്തസ്രാവം കൂടെ ഉണ്ടെങ്കിൽ ട്രില്യം പെൻഡുലേറ്റം മദർ ടിഞ്ചർ. ഞാൻ ഇതിൻ്റെ എല്ലാം കൂടെ കൊടുക്കുന്ന, ഈ ഇൻഡിക്കേറ്റഡ് കൊണ്ട് കൊടുത്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ട്രില്യം മദർ ടിഞ്ചർ കൊടുക്കും. ഒരു 10 കൊള്ളി വീതം ഒരു 4 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ ഇട്ട് കൊടുക്കാം. മിക്കവാറും ഒരു 12 അവേഴ്സ് 24 അവേഴ്സിനൊക്കെ കുറയും, ഒരു നിൽക്കുകയും ചെയ്യും.
ഇനി യൂട്രസ് മുഴുവൻ മുഴ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കാലി അയഡയിലാണ്. കാലി അയഡയിൽ ഗർഭാശയത്തിന്റെ വായ്ഭാഗത്താണെങ്കിൽ കാണുന്നെങ്കിൽ, മുഴകൾ കാണുന്നെങ്കിൽ വാട്സാറ്റില ആണ് കൊടുക്കുന്നത്. അത് സാധാരണ കൊടുത്തിട്ട് കുറവൊന്നും കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇന്റർകറന്റ് ആയിട്ട് ഹയർ പൊട്ടൻസി 1 ml 10 ml ഒരു ഡോസ് കൊടുക്കാറുണ്ട്. എന്നാലും നല്ല കുറവ് കാണാറുണ്ട്. തലകറക്കത്തിന്റെ കൂട്ടത്തിൽ മുഴകളോടെ വന്നാൽ പണയം മേക്ക എല്ലാവർക്കും അറിയാവുന്ന അത് എനിക്ക് ലോവർ പൊട്ടൻസി മീഡിയം പൊട്ടൻസിയും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ 10 ml 50 ml ഒരു ഡോസ് കൊടുക്കും. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു റിലീഫ് ഒന്നും കണ്ടില്ലെങ്കിൽ 10 ml ഒരു ഡോസ് കൊടുക്കും. എന്നാലും നല്ല റിലീഫ് കാണാറുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടും ഈ ഇൻഡിക്കേഷൻ പറഞ്ഞതൊക്കെ കൊടുത്തിട്ടും കണ്ടില്ലെങ്കിൽ ഒരു റിസൾട്ടും കിട്ടുമെങ്കിൽ ബേസിലിനും 1 ml ഒരു ഡോസ് ഹൈ ഡോസ് കൊടുക്കും. എന്നാലും റിസൾട്ട് കാണാറുണ്ട്, കിട്ടാറുണ്ട്. സമയം നോക്കി പറഞ്ഞോണേ, ഞാൻ സമയമൊന്നും ഇല്ല 10 ആയതേ ഉള്ളൂ. ഇനി ഓവേറിയൻ സിസ്റ്റ്, ഇത് സാധാരണ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്ന കേസുകളാണ്. ഒന്നാമത്തെ ഇപ്പോഴത്തെ ആഹാരം, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിന് പ്രധാനപ്പെട്ട. അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസും അതുപോലെ തന്നെ ആഹാര നിയന്ത്രണവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അണ്ഡാശയത്തിൽ കാണുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചി പോലെയുള്ള ഭാഗത്തിനാണ് അണ്ഡാശയ സിസ്റ്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മെഡിസിൻ ഏപ്പിസ്മെന്റാണ്, ലോവർ പൊട്ടൻസിയാണ്. പിന്നെ അതിന് കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആറം അയഡൈഡ്, ലോവർ പൊട്ടൻസി. സിസ്റ്റുകൾ, മുഴകൾ ഒരുപാട് കാണുന്നു, തുരുതുര ചെറിയ ചെറിയ മുന്തിരപ്പട പോലെ കാണുകയാണെങ്കിൽ അത് മുന്നോട്ട് വളയുമ്പം ഇച്ചിരി കുനിഞ്ഞ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കൊളോസിന്തിസ, വേദനയ്ക്കൊക്കെ നല്ല കുറവ് കിട്ടും. ടൈനസ് ഓഫ് വജൈന, പെയിൻ ഡ്യൂറിങ് കോയിഷൻ. ഉള്ളിൽ വലതുവശത്താണെങ്കിൽ ലൈക്കോപോഡിയം മീഡിയം പൊട്ടൻസി വളരെ പ്രയോജനമാണ്. അതിൻ്റെ കൂട്ടത്തിൽ റിസൾട്ട് കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന ഒരു മരുന്ന് ഊഫോറിന, ലോവർ പൊട്ടൻസി കൊടുത്താൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഈ ഇൻഡിക്കേറ്റഡ് മരുന്നൊന്നും കൊടുക്കുമല്ല, അതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചല്ല, ചില സമയം വിട്ടിട്ട്. ശരീരം മുഴുവൻ ഐസ് പോലെ തണുത്തിരിക്കുകയും യോനിയിലും അണ്ഡാശയത്തിലും കണ്ട സൈലീഷ്യ. ഈ അടുത്ത കാലത്ത് ഒരു അമ്മയ്ക്ക്, മകൾക്കും വന്നു. അമ്മയ്ക്ക് ആദ്യം വന്നു, അത് ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ടാമതും വന്നു. അമ്മയ്ക്ക് കൊടുത്ത് കുറഞ്ഞു, മകൾക്ക് രണ്ടാമത് എങ്ങും പോയില്ല, നേരെ ഇവിടെ വന്നു. 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സൈലീഷ്യ കൊടുത്ത് ഇഷ്ടംപോലെ കേസുകൾ കുറച്ചിട്ടുണ്ട്. ഈ സിസ്റ്റിന്, അതായത് കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് സൈലീഷ്യ. മീഡിയം പൊട്ടൻസിയും ലോവർ പൊട്ടൻസിയാണ് അതിന് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇടത്തെ സൈഡാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലാക്കസിസ് ആണ് മെഡിസിൻ. ആണി തറയ്ക്കുന്നോട്ടുള്ള വേദനയാണ് അണ്ഡാശയത്തിൽ സിസ്റ്റോട് കൂടിയാണെങ്കിൽ ലതം പാൽ ഒന്നാം തരം മെഡിസിൻ, അത് മീഡിയം പൊട്ടൻസിയാണ്. അടുത്തത് വജൈനൽ സിസ്റ്റ്. ഇതും വളരെ കോമൺ ആണ്. ഇതിപ്പോൾ ഒരുപാട് പേർക്ക് വരാറുണ്ട്. അടുത്ത കാലത്ത് എൻ്റെ ഒരു റിലേറ്റീവിന് തന്നെ വന്നു. പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് അത് വന്നു. കൊടുത്തത് സൈലീഷ്യ. ഞാൻ പറഞ്ഞില്ല, സിസ്റ്റിൻ്റെ നമ്പർ 1 മെഡിസിൻ സൈലീഷ്യ.
തീർച്ചയായിട്ടും മാറും. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് സൈലീഷ്യൽ ലോ പൊട്ടൻസി ആണോ? അതെ മീഡിയം കൊടുക്കും, ലോ പൊട്ടൻസി കൊടുത്തിട്ട് കുറവുണ്ടില്ലെങ്കിൽ മീഡിയം കൈകോട്ടോ അങ്ങനെയാണ് കൊടുക്കുക. ഞാനിപ്പോൾ നിംഫോമാനിയ, അമിതമായ ലൈംഗിക ആസക്തി, അത് ഒരു കാമഭ്രാന്തായിട്ട് മാറിയ ബറൈറ്റാമോർ ലോവർ പൊട്ടൻസി ആണ്. പിന്നെ ഒരു മെഡിസിൻ പയോസിയാമസ് ആണ്, ലൈഫ് ടു ബി നേക്കഡ് അങ്ങനെയൊക്കെ ഉള്ളത്, എക്സ്പോസർ അങ്ങനെയൊക്കെ ഒരുപാട് കേസ് കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യൗവനസ്ഥരിൽ കൂടുതൽ പ്രയോജനം ചെയ്യും. ഓൾഡ് ഏജിലാണെങ്കിൽ മുമ്പേ ചോദിച്ചു, മോസ്കസ് ഒരു മെഡിസിനാണ്. മോസ്കസ് ഇതിനും കൊള്ളാം, ഡയബറ്റീസിനും കൊള്ളാം. ഓൾഡ് ഏജിൽ ഫീമെയിൽസിൽ സെക്ച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ മോസ്കസ് നല്ലൊരു മെഡിസിൻ, ഒരുപാട് അനുഭവം കിട്ടിയ ഒരു മെഡിസിൻ. ഡയബറ്റീസുകാരൊക്കെ കുറവുള്ളതിനല്ലേ മോസ്കസ് കൊടുക്കുന്നത്? ഇത് ഇത് പ്രായമുള്ളവരിൽ, ഡയബറ്റീസ് എന്നല്ല, പ്രായമുള്ള ചില സ്ത്രീകൾക്ക് ഈ സെക്സ്വൽ ആപ്പിറ്റൈറ്റ് കൂടുതലുണ്ടെങ്കിൽ മോസ്കസ് വളരെ നല്ലൊരു മെഡിസിൻ. അത് ഇൻഡിക്കേറ്റഡ് പലതാണ്. മറ്റേത് ഡയബറ്റീസിനും കൊടുക്കും, ഇത് പ്രായമുള്ളവരിൽ സെക്സ്വൽ ആപ്പിറ്റൈറ്റ് കൂടുതലുണ്ടെങ്കിൽ ഓൾഡ് ഏജിൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് മോസ്കസ്. ഭയങ്കരമായ ലൈംഗികാസക്തി സ്വയംഭോഗം കൊണ്ടോ സംഭവം കൊണ്ടോ മാത്രമേ തൃപ്തി വരുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ചൈനയാണ് മെഡിസിൻ. അതായത് പിൻബം പോലെ എറിയുന്നത് പോലെയുള്ള ഒരു ഫീലിങ്ങോട് കൂടി വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു തോന്നലാകുന്നു. തോന്നൽ വന്നാൽ കടേടിയും, അത് പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ അത് കൂടുതലായിട്ടുണ്ടാകും. പിന്നെ അമിതമായ ലൈംഗികാസക്തി, അതായത് മാസ്റ്റർബേഷനും ഉള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ, അതുപോലെ അതിൻ്റെ സഹിക്കാൻ മേലാത്ത ഇതുകൊണ്ട് ആത്മഹത്യ പ്രവണതയുണ്ടെങ്കിൽ ഒറിഗാനോ എന്ന് പറഞ്ഞത് ഒരു വണ്ടർഫുൾ മെഡിസിൻ. ഒറിഗാൻ ഭയങ്കര അൺബിയറബിൾ. ഒറിഗാൻ. ഇനി ഗർഭിണികളിലും പ്രസവിച്ച് കിടക്കുന്നവർക്കും ആസക്തി കൂടുകയാണ് പ്ലാറ്റിനം. അഥവാ പ്ലാറ്റിനം പരാജയപ്പെട്ടാൽ ഗർഭിണികളിലും മുടയൂട്ടുന്നവരിലും അമിതമായ ആസക്തി കണ്ടാൽ ഫോസ്ഫറസ് ആണ്, ലോവർ പൊട്ടൻസി ആണ്. അത് ചെറിയ ഒരു സ്പർശനം പോലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് തൊട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ അന്നേരം അമിതമായ ആസക്തി ഉണ്ടെങ്കിൽ മൂറക്സ് ആണ് മെഡിസിൻ. മൂറക്സ് ലോവർ പൊട്ടൻസി. രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ മൂത്ര സംബന്ധമായ, അതായത് ബേണിങ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഈ കോള് അങ്ങനെയുള്ളതൊക്കെ പലതും കാണും, പല ഇൻഫെക്ഷനും കാണും. അവർ കൾച്ചറൊക്കെ ചെയ്യാൻ പറയും. ഈ അലോപ്പതി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് പോയിട്ട് പറയും കൾച്ചർ ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് പറയും കൾച്ചറൊക്കെ ചെയ്തുകൊണ്ട് വന്നാലും കുറയല്ല. നമ്മുടെ കാന്താരിസ് കഴിഞ്ഞിട്ടുള്ള മെഡിസിനുകൾ. പിന്നെ ഒരു കേസിൽ ഞാൻ അങ്ങനെയുള്ള ഈ കോളെ ഒരു കേസിൽ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. എന്നാൽ അവർക്ക് സൈക്കോട്ടിക് ഇറപ്ഷൻ മുഖത്തുണ്ട്. ഞാൻ എൻ്റെ ഒരു ബുക്കുണ്ട്, മൈ എക്സ്പീരിയൻസ് ഇൻ ഹോമിയോപ്പതി, അതിൻ്റെ അകത്ത് പ്രത്യേകം ചേർത്തിട്ടുണ്ട്. അത് പോസ്റ്റിക്കം കൊണ്ടാവാം. അത് സൈക്കോട്ടിക് ഇറപ്ഷൻ, ഫേസിലൊരു നെല്ലിക്ക വലിപ്പത്തിലൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ബൈ കപ്പിങ്, അതിൻ്റെ എല്ലാം പോസ്റ്റിക്കത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്നു. അത് വെച്ചിട്ട് കൊടുത്തപ്പം ഒരു 2 ആഴ്ച കൊണ്ട് ചൊങ്ങി, 1 മാസം കൊണ്ട് പൊഴിഞ്ഞു.
എൻ്റെ എക്സ്പീരിയൻസ് ഇൻ ഹോമിയോപ്പതിക്കകത്ത് അങ്ങനെ കുറെ കേസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. മെഡിസിൻ കാന്താരിസാണ് ഏതായാലും മെഡിസിൻ അങ്ങനെ കാന്താരിസ് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് കോസ്റ്റിക്കം. വേറെ ഇൻഡിക്കേഷനും വരാം. അല്ല, ഫേസിൽ ഒരു മുഴ ഉണ്ടായിരുന്നു, അതിന് ഏതാ കൊടുത്ത്? അത് കോസ്റ്റിക്കാ കൊടുത്തത്. മഴയല്ല, വാട്സാണ്. ഒരു ഉരുണ്ട വാട്സ്, ഒരു നെല്ലിക്ക വലിപ്പം. ഒരു 2 ആഴ്ച കൊണ്ട് ചുരുങ്ങി പകുതിയായിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എതിരെ പോയത് കണ്ടില്ല, നോ പോയിന്റ്. അതിന്റെ കൂടെ ഈ കോളൈ പലരും പല ഹോമിയോപ്പതി ഡോക്ടർമാർ ഈ കണ്ണിന്റെ പോളയിലുള്ള വാട്ടാണെങ്കിലോ, മേൽപോളയിൽ അത് ലെഫ്റ്റ് സിനാബറിൽ നോക്കാം, അല്ലെ തൂജ, അതൊക്കെ ഒരു ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേഷൻ. ലെഫ്റ്റ് സൈഡ് ആ കണ്ണിന്റെ മോളിൽ ആ അത് ഇത് സിനാബറീസ് കൊടുത്തു നോക്കി. സിനാബറീസ് ഏത് പൊട്ടൻസിയം? ഒന്ന് പേഴ്സണായിട്ട് അതിന്റെ ഹിസ്റ്ററി എടുത്തിട്ട് അയക്കാൻ ആ അഡ്വർട്ടൈസ് ചെയ്തിട്ട് പറഞ്ഞത്. അഥവാ നമ്മൾ സാധാരണയുള്ള മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ റെപ്പർട്ടൈസ് ചെയ്ത് ഇൻഡിവിജ്വലൈസ് ചെയ്യാതെ നമുക്ക് ചുമ്മാ എന്ന് പറയാൻ പറ്റും. അത് കറക്റ്റ് ആയിരിക്കും. ഭയങ്കര ആസക്തി, ട്രൈയും ചൂടുള്ളത അവസ്ഥയിൽ ചൊറിച്ചിലോ അനുഭവപ്പെടുകയാണെങ്കിൽ, അതായത് മെൻസസ് ടൈമിൽ ഭോഗാസക്തി കൂടുതലാണെങ്കിൽ, തരുണ്ടിട ഹിസ്പാനിയ മെഡിസിൻ പൾസാറ്റിലായിരിക്കും ഞാൻ ഒരുപാട് കുറച്ചിട്ടുണ്ട് ഡ്യൂറിങ് മെൻസ്ട്രൽ. അതായത് എനിക്കൊരു കേസ് കിട്ടി. ഹസ്ബൻഡ് ഒരു ഹോട്ടൽ മാനേജറാണ്, എനിക്ക് എന്നും വരാൻ പറ്റിയില്ല, വല്ലപ്പോഴൊക്കെ അയാൾ കിട്ടി വരാറ്. പക്ഷേ ഈ മെൻസസ് പീരീഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലും നിൽക്കാൻ നേരം. ഒരു കേസ് ടരംഡിഡ ഹിസ്പാനിയായും വേറൊരു കേസ് പൾസാറ്റിലായും പറഞ്ഞു. ഇതൊക്കെ ഉള്ള നമ്മൾ വിചാരിക്കും ഇതിങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളതായി. ഇതുപോലെ കേസുകളൊക്കെ കൂടുതൽ നമുക്ക് മാത്രം ഇങ്ങനെയുള്ള കേസുകളൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. വേറുള്ളവർക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊന്നും മെഡിസിനൊന്നും ഇല്ല. അല്ലെങ്കിൽ വല്ല വയഗ്രായൊക്കെ വല്ല മേടിച്ച് കഴിക്കുകയുള്ളൂ. അത് ടെമ്പററി, അത് വളരെയധികം കോംപ്ലിക്കേഷൻ. ഈ അട്രോഫി ഓഫ് ഓവർ, അണ്ഡാശയത്തിന് ശോഷണം, എക്സ്റേ നല്ലൊരു മെഡിസിനാണ്. മുമ്പേ ചോദിച്ചു, അരിമ്പാറയെ കുറിച്ച് ചോദിച്ചു. യോനി ഭാഗത്ത് അരിമ്പാറ ഉണ്ടെങ്കിൽ സാധാരണ കൊടുക്കുന്ന തൂജ, നൈട്രിക് ആസിഡ്, ഞാൻ മുമ്പേ പറഞ്ഞു, കോളിഫ്ലവർ പോലിരിക്കും ഇതിനെ അരിമ്പാറകൾ. അത് പൂജയാണ്, വളരെ സോഫ്റ്റ് ആയിരിക്കും കൂടുതൽ. ചിലപ്പോൾ ചൊറിച്ചിലൂടൊക്കെ ഉണ്ടെങ്കിൽ നൈട്രിക് ആസിഡാണ്. ഇനി അടുത്തത് യൂട്രിൻ ക്യാൻസറാണ്. തീരുവോ? എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? ഇനി 9 മിനിറ്റ്. 9 മിനിറ്റ് കൊണ്ട് തീരത്തില്ല, ഒരു ചെറിയ സെക്ഷനോടെ വേണ്ടി വരും. ആണോ? അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഈ ചർച്ചയിലോട്ട് പോവാമോ? എന്നാ ആയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യട്ടെ, അല്ലെ അടുത്ത പ്രാവശ്യം വരുമ്പോ എവിടം വരെ. അന്ന് ഇതിന്റെ ബാക്കിയും പിന്നെ വേറെ എന്തെങ്കിലും അതെ, ഇതിന്റെ കൂട്ടത്തിൽ ചർച്ചയും കൂടെ ആക്കാം. ഡോക്ടേഴ്സിന് ചോദിക്കേണ്ട സംശയങ്ങളും കൂടെ ആക്കി നമുക്കത്. അതെ. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. എന്തായാലും നല്ല ഗംഭീരമായ ഒരു ക്ലാസ് ആയിരുന്നു സാറിന്. എന്താണ് സാറേ? ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. വേറൊരു ലെജൻഡ് ഇവിടെ 1-2 പേരുണ്ട്, 2-3 പേര്. വേറെ ഒരു ലെജൻഡ് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെ ഇസ്മായിൽ സേട്ട് സാർ. പറയട്ടെ, പുള്ളിക്കൊക്കെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ കാണും. സേട്ട് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളെ കുറുപ്പ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് സാറിനുള്ള അഭിപ്രായം എന്തെങ്കിലും കുറുപ്പ് സാറിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അതും ആകാം. ക്ലാസ്സിന് പോരായ്മ ഉണ്ടെങ്കിലും പറയാം. അത് തന്നെ. പോരായ്മ അല്ല, അടിച്ചത് കാണും.
ഏ നമുക്ക് ദിവസം ഡിസ്കസ് ചെയ്യാം. എന്താ സാറേ? എന്താ ഇപ്പം നമ്മുടെ സാറിന്റെ ആ മാത്രമല്ല അയക്കാം നമുക്ക്. എല്ലാം കൂടെ ദാനക്കേട് വന്നാലും ബുദ്ധിമുട്ടാണ്. ആ ആ ഉം, അത് തന്നെ. ഒരുപാട് പറഞ്ഞില്ലേ, ആ ഉം. ഒരുപാട് മരുന്നിനെ പറ്റി പറഞ്ഞു. ഒരുപാട് പേരിനെ കുറിച്ച് പറഞ്ഞു. എന്തെല്ലാം എന്തെല്ലാം സാധ്യതകളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സാറേ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. അതെ ഏ അത് അല്പം വേറൊരു സിസ്റ്റത്തിനും അതുപോലെ ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് കൂട്ടാനും കുറയ്ക്കാനും അതെ അതെ എവിടെ വേണേൽ കൊണ്ട് നിർത്താനും നമ്മളെ കൊണ്ട് പറ്റും. അല്ല, അതിൽ എന്തെല്ലാം റൂബ്രിക്കുകളാണ് വരുന്നത്. ഉം. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞില്ല സേട്ട് സാറ്. നന്നായിരുന്നു കേട്ടോ. വേഷം നന്നായിരുന്നു. ആവശ്യത്തിന് കൂടുതലെന്ന് പറഞ്ഞു. ഒരുപാട് പൊടിക്കൈ പറഞ്ഞു തന്നു. സന്തോഷമുണ്ട്. ഒരു വാട്സ് സബ്ജക്റ്റാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ട് തീരത്തുള്ളൂ. പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളതാണ് കേട്ടോ. ഹോമിയോപ്പതി ഏറ്റവും സ്കോപ്പുള്ള രീതിയിലാണ്. യൂട്രൈൻ ഡിസോർഡേഴ്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി ആണായാലും പെണ്ണായാലും അത് നല്ല ചാൻസാണ്. സാറിന്റെ എം ഡിയുടെ സബ്ജക്ട് സ്റ്റെറിലിറ്റി ആയിരുന്നു. സാറിന്റെ എം ഡിയുടെ തീസിസ് സ്റ്റെറിലിറ്റി ആയിരുന്നു. അതെ ഔറംഗാബാദ്. ഓക്കെ, ഇനി അടുത്തൊരു നമ്മുടെ സീനിയർ അമ്പാടിയമ്മയുണ്ട്. കേട്ടോ. എന്തോ ഇവിടെ അവിടെയാണ് വിദേശത്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. എവിടെയായിരുന്നു പറഞ്ഞത്? ഇന്ന് അവരെ വന്ന് എന്നെ ക്ഷണിക്കാൻ വന്നിരുന്നു. എന്ത് മീറ്റിംഗ് സാറ്? പൊതുവെയുള്ള മെഡിക്കൽ മീറ്റിംഗ് ആണത്. ഹോമിയോപ്പതി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്നാണ്? അത് അടുത്ത മാസം 28-ാം തീയതി. ഓൺലൈനോ ഓഫ്ലൈനോ? രണ്ടുമുണ്ട്. അത് ഞാൻ നേരിട്ട് പോകുന്നുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരത്തോ? എവിടെ വെച്ചാണ്? വേണമെന്നല്ല, വിദേശത്താ, പുറത്താ. സ്ഥലം മറന്നു. ഇന്നലെ വന്ന് പറഞ്ഞു പോയി. അവര് എനിക്കൊരു അവാർഡൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് പറയാനുള്ള കാരണം. സാർ നേരിട്ട് ഞാൻ പറഞ്ഞു അവാർഡൊക്കെ പറഞ്ഞാല് വാങ്ങാൻ വേണ്ടി വണ്ടിക്കൂലി കൂടെ തരണ്ടേ. അബ്ദുൽ സലാം സാറിന് അറിയാന്ന് തോന്നുന്നു. ചിരിക്കുന്നു. വെളിയിൽ വെച്ച് എന്തോ ഒരു സാറ് മീറ്റിംഗ് കൈയൊക്കെ കാണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം സാറേ. അബ്ദുൽ സലാം സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സ്വിറ്റ്സർലാൻഡ് വേൾഡ്. അവിടെ ഒരു ഹോമിയോപ്പതിക്കാരനുണ്ട്. ഒരു ഹോമിയോപ്പതിക്കാരൻ പത്തനംതിട്ടക്കാരനുണ്ടെന്ന് സ്വിറ്റ്സർലാൻഡ്. പേരെനിക്കറിയാൻ മേലെ. എൻ്റെ കയ്യിൽ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വരണേ. അപ്പോ നേരിട്ട് കാണാം. അത് മിക്കാനും മീറ്റിംഗ് വരുമായിരിക്കും. അബ്ദുൽ സലാം സാർ എന്താണ് പറയാൻ വന്നത്? ഒന്നും പറയാനില്ല. സാറിന്റെ സംസാരം കേട്ട് ചിരിച്ചതാണ്. പ്രത്യേകിച്ച് സേഠ് സാറിന്റെ സംസാരം കേട്ട് ചിരിച്ചാണ് സാർ. എന്താ പറഞ്ഞ? ചിരിക്കാൻ മാത്രം ഉണ്ടായിരുന്നത്. ചേട്ടൻ സാറിന് വെളി രാജ്യത്ത് സ്വിറ്റ്സർലൻഡിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്, അതിനെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തോ സാറിന് ഒരു അവാർഡ് അവിടെ വെച്ച് കൊടുക്കുന്നെന്ന്. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഗൾഫിലായിരിക്കും. അതാണ് ഞാൻ അബ്ദുൽ സലാം സാറിനെ വിളിച്ചത്. കൺഗ്രാറ്റുലേഷൻസ് സാർ. കൺഗ്രാറ്റുലേഷൻസ്. 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 എല്ലാം ഒന്ന് കണ്ടിട്ടൂടെ പോലെ. സ്വിറ്റ്സർലൻഡ് കാണാൻ നല്ല രസമാണെന്ന്. ഓക്കെ, അമ്പാടിയമ്മ ഉണ്ടോ? അൺമ്യൂട്ട് സംസാരിക്കാം. അമ്പാടിയമ്മയ്ക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം. അമ്പാടിയമ്മ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ലൈനിലുണ്ട്. ഡോക്ടർ ലൈനിലുണ്ട്.
അമ്പാടിയമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്തായാലും അപ്പൊ നമുക്ക് ഏകദേശം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഷീല ഡോക്ടർ ഉണ്ടോ? അമ്പാടിയമ്മ വന്നല്ലോ. കുറുപ്പ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അമ്പാടിയമ്മ കുറുപ്പിന്റെ കാര്യത്തിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല മോളെ. ഇല്ല. ആസ് യൂഷ്വൽ അല്ല നല്ലതായിരുന്നു. ഒരു കുറിപ്പാണ്. ഓരോ കാര്യങ്ങളും IFPHന്റെ മുത്താണെന്ന്. തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല. അത് വായിക്കാൻ മാത്രല്ല കൂളായിട്ടാണെന്നറിയാമോ പറയണത്. നമുക്കൊക്കെ ഒരു ഇതാണ് അത്. ആ കൂൾ വളരെ വെരി കൂൾ. ആ ഒരു കോൺഫിഡൻഷ്യലായിട്ട് അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷം തോന്നും. താങ്ക് യു കുറുപ്പേ, താങ്ക് യു എ ലോട്ട്. ഇനിയും വരിക. ഓക്കെ അമ്പാടിയമ്മയ്ക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമോളെ, കുഴപ്പമില്ല. ഓക്കെ. ഇന്ന് ഞാനും ശാന്ത എല്ലാരും കൂടി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയാണോ? കേട്ടില്ല. ഞങ്ങളുടെ ജനസംഖ്യയെ കുറവാണോ? IFPHന്റെ ഇന്ന് ഒത്തിരി കുറവാണ്. അതിന് വേറൊരു കാര്യമുണ്ട്. വേറൊരു കാരണമുണ്ട്. ഇപ്പൊ 26 ഉണ്ട്. ഇപ്പൊ 26 ഉണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു 30-40 കഴിഞ്ഞ് കാണേണ്ടതാണ്. ഇന്ന് കാണാതിരിക്കാൻ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ട്. വയസ്സായതാണ്. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു എല്ലാരെയും കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാരും പോയി. ഞാനും ശാന്തയും ജാനറ്റും കൂടി പോയി. അവിടെ പോയിട്ട് പിന്നെ വൈകുന്നേരം വന്നത് ഊണെല്ലാം കഴിഞ്ഞിട്ട്. അത് ശരി. ഹോമിയോപ്പതി ഡോക്ടറാണോ? ഹോമിയോ ഡോക്ടറാ. ഡോക്ടർ സുജ. ബംഗ്ലാദേശിലായിരുന്നു, മോളുടെ കൂടെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ വന്നപ്പോ എവിടെയാണ്? എറണാകുളത്താണോ? എറണാകുളത്ത് സുജാത ജോൺ. ഇവിടെ വന്നത് ജാനറ്റ് ഡോക്ടറോ? ജാനറ്റ്. ജാനറ്റിനെ ജിജിയൊക്കെ എനിക്കറിയാം. അത് തന്നെ. ഓക്കെ അമ്പാടിയമ്മ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞത് സന്തോഷം. ഷീല ഡോക്ടർ ഉണ്ടോ? ഷീല ഡോക്ടർ അഡ്മിറ്റ്. നമ്മുടെ കുറുപ്പ് സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഷീല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി ശൈല ഡോക്ടർ. കുറുപ്പ് സാറിന്റെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി അറിവുകൾ ഡോക്ടർ എപ്പോഴും പങ്കുവയ്ക്കുന്നത് പോലെ ഇപ്രാവശ്യവും വളരെ നന്നായിരുന്നു. ഒത്തിരി നല്ല നല്ല സിംറ്റംസ് നമുക്ക് കിട്ടി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കേസസ് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് റെയറായിട്ടെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. അത് ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് മാത്രമേ ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റത്തുള്ളൂ. അത് വളരെ ശരിയാണ്. അങ്ങനെയുള്ള ഒത്തിരി നല്ല മെഡിസിൻസിനെ കുറിച്ചുള്ള അറിവ് ഡോക്ടർ തന്നതിന് IFPHന്റെ പേരിലും ഇവിടെ എത്തിയ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഞാൻ ബഹുമാനം പുരസ്കാരം സാറിന് നന്ദി പറയുന്നു. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ കേൾക്കാനായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ അധികം വൈകാതെ തന്നെ ഇതിന്റെ ടച്ച് വിടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ബാക്കി ക്ലാസ്സും കൂടെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ അപേക്ഷയാണ്. പിന്നെ ഇസ്മയിൽ സാറിന് പോകുന്ന അവാർഡിന് ഇൻ അഡ്വാൻസ് ഞങ്ങളുടെ എല്ലാവരുടെയും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ. ഇവിടെ ഇന്ന് IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാവർക്കും IFPHന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. ശൈല ഡോക്ടർക്കും നന്ദി. താങ്ക് യു. ഷീല ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കുറുപ്പ് സാറിന് ഇനിയും ക്ലാസ്സുകൾ നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് കുറുപ്പ് സാർ വരാൻ വേണ്ടി കുറുപ്പ് സാറിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് സാർ എത്രയും പെട്ടെന്ന് വരണം. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ധനീഷ് ഡോക്ടറാണല്ലോ പറഞ്ഞത്. എനിക്ക് എന്നെ ഹോസ്റ്റ്